ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. വെൽക്കം ടു മൈ ചാനൽ. മോരുകറി ഉണ്ടാക്കുവാനായി മീഡിയം പുളിയുള്ള 500 മില്ലി തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായി മീഡിയം സൈസിലുള്ള 6 ചുമന്നുള്ളി. അടുത്തതായി 4 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് ചതച്ചെടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. 4 വറ്റൽമുളക്. തൈരിലെ കട്ടകളൊക്കെ ഒരു വിസ്ക് ഉപയോഗിച്ച് അടിച്ചെടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത് സ്മൂത്താക്കി എടുക്കാവുന്നതാണ്. സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയ വറ്റൽമുളക് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കുക. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ആകാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം സ്റ്റൗ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുവാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മോരുകറി തിളച്ചു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ മാറ്റി വയ്ക്കുക. സിമ്പിളായി വളരെ വേഗം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ.